Thank you, Jesus. Praise the Lord. Hallelujah, hallelujah, hallelujah. പരിശുദ്ധാത്മാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ മഹത്വത്തിനായി സ്തോത്രം, അങ്ങയുടെ സാന്നിധ്യത്തിനായി സ്തോത്രം, അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം. തിരുസാന്നിധ്യം ഇന്ന് പകലിൽ ഞങ്ങൾ അനുഭവിച്ച് അറിയാൻ അടുത്തു വരികയാണ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പകൽക്കാലത്തിനായി കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ സായം സന്ധ്യയിൽ ചില ആഴ്ചകൾക്ക് ശേഷം ഇപ്രകാരം ഒരു ലൈവിലേക്ക് കടന്നു വരുവാൻ സർവശക്തനും കൃപാലുവുമായ പ്രാണപ്രിയനായ കർത്താവ് എനിക്കൊരുക്കി തന്ന വിലയേറിയ അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. 24 വർഷങ്ങൾക്ക് മുമ്പ് അയോഗ്യനായിരുന്ന എന്നെ തെരഞ്ഞെടുത്ത് കർത്താവിൻ്റെ നിയമപ്പെട്ടകം ചുമപ്പാൻ ഭാഗ്യം തന്ന, ഭാഗ്യ പദവി തന്ന എൻ്റെ ആത്മനാഥനായ മണവാളന് സകല മാനവും മഹത്വവും ഇത്തരണത്തിൽ ഞാൻ അറിയിക്കുന്നു. വിശേഷിയാൽ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പ് എന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ ഗ്രൂപ്പിൽ ഈ സായം സന്ധിയിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ ജീവന്റെ വചനം, ജീവന്റെ പ്രമാണം, ജീവനായ ക്രിസ്തുവിനെ ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാണിപ്പാൻ സ്തോത്രം. കർത്താവ് എനിക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ പാനലായി പ്രവർത്തിക്കുന്ന സിസ്റ്റർ റോസ്ലി സുരേഷ്, ആ സഹോദരിയുടെ പിന്നിൽ നിന്ന്, അണിയറയിൽ നിന്ന് പ്രവർത്തിക്കുന്ന മറ്റ് സഹപ്രവർത്തകർ, റോസ് ഫാമിലി ഗ്രൂപ്പിൽ ഇൻവോൾവ് ആയിരിക്കുന്ന അനേക പ്രിയപ്പെട്ട ദൈവദാസന്മാർ, ദൈവദാസിമാർ, പ്രായം ചെന്നവർ, കൊച്ചുകുട്ടികൾ, സഹവിശ്വാസികൾ, ഈ ഗ്രൂപ്പിന് വേണ്ടി ആത്മീകമായി കൈത്താങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദൈവസഭയ്ക്കും വേഗം വരുന്നവനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ ക്രിസ്തീയ സ്നേഹവന്ദനവും ആശംസയും ഇത്തരണത്തിൽ അറിയിച്ചു കൊള്ളുന്നു. പ്രാർത്ഥനയോടുകൂടി കർത്താവിൻ്റെ തിരുപാദപീഠത്തിലായിരിക്കാം. 3/4 മണിക്കൂർ പ്രാർത്ഥനയോട് കൂടിയിരിക്കാം. മെസ്സേജുകളായിട്ട്, കമന്റുകളായി, ലൈക്കുകളായി ഒരു ഭാഗത്ത് ദൈവമക്കൾ എന്നോടൊപ്പം എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാൽവറിയിൽ മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ നമ്മുടെ പ്രാണപ്രിയനായ കർത്താവിനെ മാർവോട് ചേർത്ത് ഹൃദയത്തിൽ സ്വാഗതം ചെയ്യാൻ ഒരിക്കൽ കൂടെ ഈ ലൈവ് മുഖാന്തരം ഇടവരുമാറാകട്ടെ. കർത്താവ് നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ലോകമെമ്പാടും ദൈവവചനത്തിന്റെ പെരുമഴ, സ്തോത്രം പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിന്റെ നടുവിൽ നമ്മൾ വന്നെത്തി നിൽക്കുന്നു. സ്തോത്രം. അനേക സഹോദരിമാരെ, അനേക സഹോദരന്മാരെ, കൊച്ചു കുഞ്ഞുങ്ങളെ വരെ ദൈവത്തിന്റെ വാഗ്ദത്ത പ്രവചന പ്രകാരം കർത്താവ് അതിശക്തമായ നിലയിൽ ഈ അന്ത്യനാളിൽ കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ മധ്യത്തിൽ നമ്മൾ ചുവടുകൾ ഉറപ്പിച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം വിളിച്ചറിയിക്കുന്ന ഒരേ ഒരു സത്യമേ ഉള്ളൂ: നമ്മുടെ കർത്താവ് വരാൻ സമയമായി. ആമേൻ. നമ്മുടെ യേശു തമ്പുരാൻ വരാൻ സമയമായി എന്നുള്ളതിന്റെ തെളിവാണ് ലോകമെമ്പാടും ദൈവവചനം. ആമേൻ, സ്തോത്രം. മഴ പെയ്യുന്നത് പോലെ പട്ടണങ്ങളിൽ, ഗ്രാമങ്ങളിൽ,
വില്ലേജുകളിൽ ദൈവത്തിന് സ്തോത്രം എന്ന് വേണ്ട, വിവിധങ്ങളാകുന്ന ഇടങ്ങളിൽ സ്തോത്രം, പല സ്റ്റേറ്റുകളിലും ദൈവവചനം അതിശക്തമായ നിലയിൽ പ്രഘോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലേക്ക് നമ്മൾ വന്നെത്തി നിൽക്കുകയാണ്. ഈ സുവിശേഷം മുഖാന്തരം ഇന്ന് പകലിൽ എന്നെ ശ്രദ്ധിക്കുന്ന, മാനസാന്തരപ്പെടാത്ത, മാനസാന്തരപ്പെട്ടിട്ടും പിന്മാറ്റത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന, പാപത്തിലും പാപപങ്കുലത്തിലും വീണുകൊണ്ടിരിക്കുന്ന സ്തോത്രം ആരെങ്കിലും ആമേൻ ഈ ലൈവ് ശ്രദ്ധിക്കുന്നെങ്കിൽ ആമേൻ സ്തോത്രം സ്കിപ്പ് ചെയ്ത് കടന്നു പോകാതെ, ഈ അവസരം പാഴാക്കി കളയാതെ സ്തോത്രം നിങ്ങളായിരിക്കുന്ന ഇടത്ത് ഹൃദയം തുറന്ന് സമർപ്പിക്കുന്നു എങ്കിൽ ആമേൻ സ്തോത്രം ഈ സുവിശേഷം നിങ്ങൾക്കൊരു വിടുതലായി, നിങ്ങളുടെ കുടുംബത്തിനൊരു സമാധാനമായി മാറുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സ്തോത്രം. ലോകമെമ്പാടും ഒരു ഭാഗത്ത് ദൈവവചനം ശക്തമായി വിളംബരം ചെയ്യുമ്പോൾ, ഒരു ഭാഗത്ത് മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെട്ട്, മനുഷ്യന്റെ സമനില നഷ്ടപ്പെട്ട്, ആമേ സ്തോത്രം കൊല്ലിനും കൊലയ്ക്കും മനുഷ്യൻ ഏൽപ്പിക്കപ്പെട്ട്, ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ, ആമേ സ്തോത്രം അമ്മയും സഹോദരങ്ങളും ആമേ സ്തോത്രം മക്കളും എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ആമേ പൈശാചികമായ സ്തോത്രം പ്രവർത്തികൾ ലോകത്തിന്റെ മുക്കിലും മൂലകളിലും ആമേൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം ഈ സത്യ സുവിശേഷം ആമേ സഹോദര സ്നേഹിത ആമേൻ നിങ്ങൾക്കൊരാശ്വാസവും നിങ്ങൾക്കൊരു മനം തിരിവും ആമേൻ ഒരിക്കൽ കൂടി പറഞ്ഞാൽ നിങ്ങൾക്കൊരു മാനസാന്തരവുമാവാൻ ഇന്ന് പകൽക്കാലം സമർപ്പണത്തോടെ ഈ ജീവന്റെ വചനം കേൾക്കാം. പ്രാർത്ഥനയോട് കൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. ഇന്ന് പകലിൽ സ്തോത്രം ആമേൻ റോസ് ഫാമിലി എന്ന ഈ ഫേസ്ബുക്ക് പേജ്, ഈ ഗ്രൂപ്പ് ആമേൻ ഇപ്പോൾ വളർന്നു നിൽക്കുന്നതല്ല, ഇത് വളർന്നു പന്തലിക്കാൻ പോകുകയാ. ആമേൻ സ്തോത്രം. ഒരു ശത്രുവിനോ ഒരു ശക്തിക്കോ ആമേൻ ഒരു മാന്ത്രിക ശക്തികൾക്കോ ഒരു പൈശാചിക ശക്തികൾക്കോ ഒരു മാനുഷിക ശക്തികൾക്കോ ആമേൻ സ്തോത്രം ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം ആമേൻ ഹല്ലേലൂയ ഈ ഗ്രൂപ്പിനെ ഇല്ലാതാക്കാൻ പറ്റത്തില്ല. സ്തോത്രം. എന്നിന്ന് പകലിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൽ ആമേൻ ഞാൻ ദൂത് പറയുകയാണ്. കാരണം അത്രയ്ക്ക് പ്രാർത്ഥനയുടെ പിൻബലത്തിൽ നടക്കുന്ന ഒരു ഗ്രൂപ്പാണിത്. ഈ ഗ്രൂപ്പിനകത്ത് വരുന്നവരും ഈ ഗ്രൂപ്പിനകത്ത് സ്തോത്രം ഇൻവോൾവ് ആയിരിക്കുന്നവരും പ്രസംഗിക്കാൻ വരുന്നവരും എല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. പ്രാർത്ഥനയോടുകൂടി നമുക്ക് തുടർന്നുള്ള വചനങ്ങൾ കേൾക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ യാത്രയിലായിരിക്കാം, നിങ്ങൾ ഷോപ്പിങ്ങിലായിരിക്കാം, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലായിരിക്കാം, ഇരുന്നു കൊണ്ട് ആമേൻ നടന്നുകൊണ്ട് യാത്ര ചെയ്തുകൊണ്ട് ആമേൻ ഷോപ്പിങ്ങിന്റെ മധ്യത്തിൽ ആയിരിക്കാം ഒരുപക്ഷെ ഈ മെസ്സേജ് നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുന്നത്. ആമേൻ. അവിടെ നിന്ന് സ്നേഹിത ഒരു നിമിഷം ശ്രദ്ധിക്കണമേ എന്ന് ഈ ധരണത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ആമേൻ സ്തോത്രം. ഈ ഓൺലൈൻ കൺവെൻഷനിൽ പ്രൈസുള്ള പ്രധാനമായും 2 വിഷയങ്ങൾ ആമേൻ സ്തോത്രം ഭാരമേൽപ്പിച്ചിട്ടുണ്ട്. ഒന്നാമതായി സ്തോത്രം ഹല്ലേലൂയ കർത്താവിന്റെ കാൽവറി മരണം, രണ്ടാമത് കൃപായുഗം. സ്തോത്രം. 3/4 മണിക്കൂറിനുള്ളിൽ ആമേ എനിക്ക് നൽകപ്പെട്ട സമയപരിധിക്കകത്ത് തന്നെ അതിൽ നിന്ന് ചില ആത്മീക ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ച് വേഗത്തിൽ പ്രാർത്ഥിച്ച് ആമേ സ്തോത്രം ഈ ലൈവ് ശുശ്രൂഷ വൈൻഡപ്പ് ചെയ്യുവാൻ ക്രിസ്തുവിൽ ഞാൻ ശരണപ്പെടുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി തുടർന്നുള്ള സമയം വചനം കേൾക്കാം. ഒന്നാമത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി ക്രൂശ് മരണം. അതിനോടനുബന്ധമായി ഒരു വാക്യം വായിപ്പാൻ 2 വാക്യങ്ങൾ അതിനോടനുബന്ധമായി സ്തോത്രം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 24-ാം വാക്യം. നാം ആമേൻ പാപം സംബന്ധിച്ച് മരിച്ചു, നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി ആമേൻ അവന്റെ അടിപ്പിണരുകളാൽ ആമേൻ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. ഇനി മറ്റൊരു വാക്യം കൂടി നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 3-4 വാക്യം. അവന് വളരെ മനോഹരമായ വാക്യമായതുകൊണ്ട് അത് തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു.
സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. കണ്ണുകളടയ്ക്കാം. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ആമേൻ, ഹല്ലേലൂയ. ഈ സമയം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്ന സമയം. ഒരുപക്ഷെ നിങ്ങൾ മെസ്സേജ് അയച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അവിടെ ഇരുന്നു കൊണ്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എന്നോടൊപ്പം ചേർന്ന് ആമേൻ പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം, തലകൾ വണക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ ഞങ്ങളുടെ പിതാവേ, ആമേൻ, സ്തോത്രം, മരിച്ചടക്കപ്പെട്ട് തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് 12 കേഫാവിനും പ്രത്യക്ഷപ്പെട്ട് ഞാൻ അനേക ദൃഷ്ടാന്തങ്ങളാൽ ജീവിച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്ത ആത്മനാഥനായ ഞങ്ങളുടെ പ്രാണപ്രിയനായ ഞങ്ങളുടെ മണവാളന്റെ സന്നിധിയില് ജീവന്റെ വചനം ഒരിക്കൽ കൂടി ആമേൻ പ്രസംഗിപ്പാൻ, ആമേൻ കർത്താവേ, ആമേൻ സ്തോത്രം, ഏഴയാകുന്ന അടിയനെ തിരഞ്ഞെടുത്ത അങ്ങയുടെ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അടിയനെ ഈ ഗ്രൂപ്പിൽ കൂടെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ ദൈവദാസന്മാർക്ക്, ബഹുമാന്യ ദൈവദാസിമാർക്ക്, ദൈവമക്കൾക്ക്, ദൈവസഭയ്ക്ക്, ആമേൻ കർത്താവേ സ്തോത്രം, എല്ലാ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, വിവിധങ്ങളാകുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് അടിയനെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും സ്വർഗ്ഗം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വമെല്ലാം അങ്ങെടുക്കണമേ. പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഈ 2 വിഷയങ്ങൾ, ഒന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശ് മരണവും, മറ്റൊന്ന് കൃപായുഗവും. സ്തോത്രം. ഇത് വലിയൊരു സബ്ജക്റ്റ് ആണ്. സ്തോത്രം. ആമേൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, 1 മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ ഒരിക്കലും തീരുന്ന ഒരു സബ്ജക്റ്റ് അല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്കിലും ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, നൽകപ്പെട്ട സമയപരിധി, ആമേൻ പരിധിക്കകത്ത് തന്നെ ആമേൻ സ്തോത്രം ചില ആത്മീക വാക്യങ്ങൾ മാത്രം നിങ്ങളുമായി പങ്കുവെച്ച് ആമേൻ സ്തോത്രം നമുക്ക് പ്രാർത്ഥിച്ച് പിരിയാം. സ്വർഗം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് പകലിൽ നമ്മുടെ ഭവനങ്ങളിൽ, സ്തോത്രം, നമ്മുടെ ശുശ്രൂഷകളിൽ, നമ്മുടെ സഭകളിൽ ആമേൻ സ്തോത്രം ഇന്ന് പകൽക്കാലമുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി നമുക്ക് കേൾക്കാം. സ്തോത്രം. ഒന്നാമത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശ് മരണം. സ്തോത്രം. ഇത് ആരുടെയും പ്രേരണയല്ല. യേശു മരിക്കുമെന്ന ആമേൻ ആരുടെയും പ്രേരണയല്ല. സ്തോത്രം. ഒരു മനുഷ്യന്റെയും പ്രേരണയല്ല. യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിക്കുമെന്നുള്ളത്. ആമേൻ. പിന്നെ എന്താണ് പാസ്റ്ററെ ഉത്തരം? ഇത് പ്രവാചകന്മാരുടെ പ്രവചനം നിവർത്തിക്കേണ്ടതിന് സംഭവിച്ച ആമേൻ സ്തോത്രം ഒരു സത്യമാകയാൽ ഇന്ന് പകലിൽ എന്റെ കർത്താവിനെ ഞാൻ വാഴ്ത്തി സ്തുതിക്കുകയാണ്. ഒന്ന്, നാം പാപം സംബന്ധിച്ച് മരിച്ചു. എവിടെ പാപം സംബന്ധിച്ച് മരിച്ച്? അവൻ പാപം സംബന്ധിച്ച് മരിച്ച മനുഷ്യന്റെ പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പിന് വേണ്ടി ഒന്ന് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം സ്തോത്രം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. നമുക്കറിയാം ചരിത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. എന്നാൽ അവൻ ഈ ഭൂമി വാഴേണ്ടതിന് മനുഷ്യൻ ആവശ്യമെന്ന് ദൈവത്തിന്റെ മനസ്സിനകത്ത് പ്ലാൻ തോന്നിയതുകൊണ്ട് ആമേൻ ദൈവം ആമേൻ നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് ഹല്ലേലൂയ അവന്റെ മൂക്കിൽ ജീവന്റെ ശ്വാസമൂതി. നമുക്കറിയാം ആ മനുഷ്യനെ ജീവനുള്ള ദേഹയായി തീർത്തതിന് ശേഷം അവന്റെ വാരിയല്ലുകളിൽ നിന്ന് ഒന്ന് ഊരിയെടുത്തൊരു നാഴിയാക്കി ആമേൻ സ്തോത്രം മനുഷ്യന്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി. ആമേൻ ഇത് നിന്റെ അസ്ഥിക്ക് അസ്ഥിയും മാംസത്തിന് മാംസവും ആകുന്നു എന്ന് പറഞ്ഞ് ഏദൻ പർദീസക്കകത്ത് സകല അധികാരവും കൊടുത്ത ആമേൻ ഏദൻ തോട്ടത്തിനകത്ത് മനുഷ്യനെ ദൈവം പാർപ്പിച്ചു. നമുക്കറിയാം ചരിത്രം. എന്നാൽ ദൈവം സൃഷ്ടിച്ച എല്ലാ ആമേൻ കാട്ടുജന്തുക്കളിലും പാമ്പ് കൗശലമേറിയതായതുകൊണ്ട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവൻ തോട്ടത്തിനകത്തേക്ക് കടന്നു വന്നിട്ട് ആമേൻ ദൈവത്തിന് സ്തോത്രം ഹവ്വയോട് ചോദിച്ചു. നമുക്കറിയാം ചരിത്രം. ഞാൻ ഷോർട്ടായി പറഞ്ഞു പോവുകയാണ്. ആമേൻ സ്തോത്രം തോട്ടത്തിൽ നിൽക്കുന്ന എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് തിന്നാം എന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതെ, ആമേൻ സ്തോത്രം ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പിശാച് പറഞ്ഞു ആമേൻ ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഇത് നിങ്ങൾക്ക് തിന്നാം, ഇത് തിന്നുന്ന നാളിൽ നിങ്ങൾ ആമേൻ സ്തോത്രം മരിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. എന്നാൽ പിശാച് പറഞ്ഞത് അങ്ങനെയല്ല. ആമേൻ ഇത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കും. അവിടെ വെച്ച് പിശാചിനാൽ വഞ്ചിക്കപ്പെട്ടു. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ ലേഖനം ആമേൻ ദൈവത്തിന്റെ സ്വന്തം 11-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് മാനസാന്തരത്തിൽ നിന്നതായിരിക്കുന്ന ആമേൻ കൊരിന്ത്യ സഭയ്ക്ക് അകത്തേക്ക് കടന്നു ചെന്നു. ഇപ്പോൾ മാനസാന്തരമില്ല. പാപത്തിലും പാപപങ്കുലത്തിലും വീഴ്ത്തപ്പെട്ടു. സഭ ചിതറി അന്യ ആചാരങ്ങൾ ദൈവസഭയ്ക്കകത്ത് കടന്നു വന്നു. അന്യ ഉപദേശങ്ങൾ ദൈവസഭയ്ക്കകത്ത് കടന്നു വന്നു. എന്നാൽ ദൈവത്തിന്റെ പദ്ധതികൾ നിറവേറേണ്ടതിന് ദൈവം എന്ത് ചെയ്തു? അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ
ഒരു ആത്മനിയോഗം കൊടുത്തിട്ട് അവൻ കൊരിന്ത്യ സഭയിലേക്ക് കടന്നു ചെന്നിട്ട് 1 കൊരിന്ത്യ ലേഖനം സ്തോത്രം 11-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ പൗലോസ് ഉണർത്തുകയാണ്, എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സിനെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടുപോകുമോ എന്ന് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സ്തോത്രം. പിശാചിനാൽ വഞ്ചിക്കപ്പെട്ട മനുഷ്യൻ, പിശാചിനാൽ പാപം ചെയ്യപ്പെട്ട മനുഷ്യൻ, പാപത്തിൽ വീണതായിരിക്കുന്ന മനുഷ്യൻ, അവന്റെ തേജസ് നഷ്ടപ്പെട്ടു, അവന്റെ വേജസ് നഷ്ടപ്പെട്ടു, അവന്റെ അധികാരങ്ങൾ നഷ്ടപ്പെട്ടു, സകലവും നഷ്ടപ്പെടുകയും പിശാച് അവിടെ ജയമെടുക്കുകയും ചെയ്തു. എന്നാൽ ആ സമയം ദൈവം ഉടുപ്പിച്ചതായിരിക്കുന്ന തേജസ്സിന്റെ വസ്ത്രം അവരിൽ നിന്ന് മാറ്റപ്പെട്ടതുകൊണ്ട് സ്തോത്രം അവർ അത്തിയിലെ കൂട്ടിത്തുന്നി അരയാടയുണ്ടാക്കി മനുഷ്യൻ നഗ്നത മറച്ചു. എന്നാൽ വേലാറിയ സമയത്ത് യഹോവയായിരിക്കുന്ന ദൈവം തോട്ടത്തിലേക്ക് കടന്നു വന്നു. സ്തോത്രം. താൻ സൃഷ്ടിച്ച മനുഷ്യൻ എന്ത് ചെയ്യുന്നു എന്ന് കാണേണ്ടതിനാ എന്റെ പ്രാണപ്രിയൻ, എന്റെ യേശു, എന്റെ ദൈവം തോട്ടത്തിലേക്ക് കടന്നു വന്നപ്പോൾ മനുഷ്യനില്ല. എവിടെ? അവൻ ഒളിച്ചിരിക്കുകയാണ്. സ്തോത്രം. നീ എവിടെ? സ്തോത്രം. ഞങ്ങൾ നഗ്നരാകൊണ്ട് ഒളിച്ചിരിക്കുന്നു. സ്തോത്രം. ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, നമ്മുടെ പ്രാണപ്രിയൻ, സ്തോത്രം, നമ്മുടെ യേശു കർത്താവ് മരിച്ചത് പാപമെന്ന നഗ്നത മറയ്ക്കാൻ വേണ്ടിയാ, പാപത്തെ മറയ്ക്കാൻ വേണ്ടി. സ്തോത്രം. പാപത്തെ മറയ്ക്കാൻ വേണ്ടി. ആമേൻ. പാപത്തിൽ നിന്നും മനുഷ്യനെ വീണ്ടെടുക്കേണ്ടതിന് എന്റെ യേശു അവൻ കാൽവറി ക്രൂശിൽ യാഗമായി. ആമേൻ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. ആ മനുഷ്യനെ കർത്താവ് വിളിച്ചു വരുത്തുമ്പോൾ വെയിലത്ത് സൂര്യൻ ഉദിക്കുമ്പോൾ വാടിപ്പോകുന്നതായിരിക്കുന്ന അത്തിയിലയെ മാറ്റി സ്തോത്രം ഒരു ആട്ടിൻകുട്ടിയെ കൊന്ന്, ആമേൻ, ഹല്ലേലൂയ, ഒരു ആട്ടിൻകുട്ടിയെ കൊന്ന് അതിന്റെ തോലെടുത്ത് അവർക്ക് വസ്ത്രമുണ്ടാക്കി ഉടുപ്പിച്ചു കൊടുത്തു. സ്തോത്രം. അന്ന് ഏദൻ തോട്ടത്തിനകത്ത് ഒരു ആട്ടിൻകുട്ടി മരിച്ചു. 2 മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു ആട്ടിൻകുട്ടി ഏദൻ തോട്ടത്തിനകത്ത് സ്തോത്രം അവൻ മരിച്ചു. ആ ആട്ടിൻകുട്ടി മരിച്ചു എന്നതുപോലെ സകല മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഇന്നേക്ക് 2022 വർഷങ്ങൾക്ക് മുൻപ് സ്തോത്രം പാപം ചെയ്യാത്തവൻ, തെറ്റ് ചെയ്യാത്തവൻ, അവൻ ദൈവത്തിന്റെ നീതി മാത്രം ചെയ്യപ്പെട്ടവനായിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രാണപ്രിയനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ഗദസമന തോട്ടത്തിൽ വെച്ച് 30 വെള്ളിക്കാശിനാൽ യൂദ ഒറ്റിക്കൊടുത്തത് മുഖാന്തരമായി റോമൻ പടയാളികൾ അറസ്റ്റ് ചെയ്ത് സ്തോത്രം പീലാത്തോസിന്റെ മുൻപിലേക്ക് കൊണ്ടുവന്ന് നിർത്തി. ഹല്ലേലൂയ. അവിടേക്ക് കൊണ്ടുവന്ന് നിർത്തുമ്പോൾ പീലാത്തോസ് എന്ന കോടതിയുടെ വിസ്താര കോടതിയുടെ മുൻപാകെ കർത്താവായ യേശു ക്രിസ്തു പോയി നിന്നു. യെശയ്യാവിന്റെ പ്രവചനം 53-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ അനുസരിച്ച് കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടുകളുടെ മുൻപാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ അവൻ വായ തുറക്കാതെയിരുന്നു. സ്തോത്രം. ആമേൻ. ഞാൻ പറയട്ടെ, ഞങ്ങൾക്ക് ബറവാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കാൻ, എന്ന് വെച്ചാൽ കള്ളനെ വിട്ടുകൊടുക്കുക, നീതിമാനെ ക്രൂശിക്കാൻ. ആമേൻ. കള്ളനെ വിട്ടുകൊടുക്കാൻ. കള്ളന് നിലനിൽപ്പുണ്ട്, നീതിമാന് നിലനിൽപ്പില്ല. നീതി ചെയ്യുന്നവന് നിലനിൽപ്പില്ല, കള്ളന് നിലനിൽപ്പുണ്ട്. ആമേൻ. മനസ്സിലായവർ സ്തോത്രം പറയാം. കള്ളന്മാർക്ക് നിലനിൽപ്പുണ്ട്, കള്ളം ചെയ്യുന്നവർക്ക് നിലനിൽപ്പുണ്ട്, പാപം ചെയ്യുന്നവർക്ക് നിലനിൽപ്പുണ്ട്. നീതിമാന് നിലനിൽപ്പില്ല. എന്നാൽ നീതിമാനെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ യേശുവിനെയാ ഇന്ന് പകലിൽ ഞാൻ പ്രസംഗിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു. ആമേൻ. ഞാൻ യെശയ്യാ 53 ഞാൻ തീർത്തു വായിച്ചു പോകുന്നില്ല. 1-2 ഭാഗങ്ങൾ മാത്രം ഞാൻ പറയാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ കേൾപ്പിച്ചത് വിശ്വസിച്ചിരിക്കുന്നു. യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവൻ സ്തോത്രം ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർമുളയ്ക്കുന്നത് പോലെയും അവന്റെ മുൻപാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവൻ നാമോ അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ തകർന്നും, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റുമിരുന്നു. നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഈ വാക്യമാണ് 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ വായിച്ചു നമ്മൾ കേട്ടത്. ദൈവത്തിന് സ്തോത്രം.
സ്തോത്രം. ആമേൻ. ഈ പീലാത്തോസിന്റെ ആമേൻ അരമനയുടെ മുൻപിൽ വെച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ 1 കുറയെ 40 അടി ആമേൻ 40 അടി ആമേൻ ഹല്ലേലൂയ സ്തോത്രം ചാട്ടമാറുകൊണ്ട് ആമേൻ ഹല്ലേലൂയ 40 അടിയിൽ ആമേൻ 39 40 1 കുറയെ 39 അടി ചാട്ടമാറുകൊണ്ട് കർത്താവിനെ അടിച്ച് അവിടെ നിന്ന് ആമേൻ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ആമേൻ ചൂണ്ടലുകൾ കൊണ്ടുള്ളതായിരിക്കുന്ന ആമേൻ കൊളുത്തുകൾ ഉണ്ടാക്കി ഹല്ലേലൂയ ചമ്മിട്ടി ഉണ്ടാക്കി യേശുക്രിസ്തുവിനെ അടിച്ചു. അവന്റെ പച്ച മാംസ കഷണങ്ങൾ പുറത്തേക്ക് വരികയാണ്. ആമേൻ. എന്തിനു വേണ്ടി? സ്നേഹിത, നിന്റെ സമാധാനത്തിന് വേണ്ടി, നിന്റെ സന്തോഷത്തിന് വേണ്ടി, നിന്റെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി, നിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി. ആമേൻ. നിന്റെ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ട് കിടക്കുകയാണോ? നിന്റെ കുടുംബത്തിൽ സമാധാനം ഇല്ലാതെ കിടക്കുകയാണോ? ആമേൻ. നിന്റെ സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുകയാണോ? നീ മദ്യത്തിന് അടിമയാണോ? നീ മയക്കുമരുന്നിന് അടിമയാണോ? ആമേൻ. നീ പാപത്തിന് അടിമപ്പെട്ടിരിക്കുകയാണോ? എന്നാൽ ഇന്ന് പകലിൽ ഞാൻ പ്രസംഗിക്കുന്ന ആമേൻ കർത്താവായ യേശുക്രിസ്തു ഇന്നേക്ക് 2022 വർഷങ്ങൾക്ക് മുൻപ് ആമേൻ ഹല്ലേലൂയ അവനതാ മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയാണ്. യേശുവിനെ കൊല്ലുവാൻ ആർക്ക് കഴിയും? ആർക്കും കഴിയത്തില്ല. ഒരു മനുഷ്യനും കഴിയത്തില്ല. കാരണം വിശുദ്ധ വേദ പുസ്തകത്തിൽ പറയുന്നു ആമേൻ സ്തോത്രം ഒരു ദൂതന് സ്വർഗത്തിലെ ഒരു ദൂതന് 1,85,000 ശത്രുക്കളെ കൊന്നൊടുക്കുവാനുള്ളതായിരിക്കുന്ന ആമേൻ സ്തോത്രം കഴ്സുണ്ട്. ഒരു ദൂതന് 1,85,000 പേരെ അവൻ ഒരു നിമിഷം കൊണ്ട് ഒരു സെക്കൻഡ് ഒന്ന് നോക്കിയാൽ മതി, സകലത്തെയും കൊല്ലാം. അവൻ കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവൻ കോടാനുകൂടി ദൂതന്മാർ ഇറങ്ങും. ഒരു ദൂതൻ മതി. എങ്കിലും എന്തുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു എന്നെ അടിക്കരുതെന്ന് പറഞ്ഞില്ല? ചാട്ടവാറിന് അടിക്കരുതെന്ന് പറഞ്ഞില്ല. ആമേ സ്തോത്രം ഹല്ലേലൂയ. ആമേ ചൂണ്ടലുകൾ കൊണ്ടുണ്ടാക്കിയതായിരിക്കുന്ന കമ്പി കഷണങ്ങൾ കൊണ്ടുണ്ടാക്കിയതായിരിക്കുന്ന ചമ്മിട്ടി കൊണ്ട് അടിക്കരുത് എന്ന് പറഞ്ഞില്ല. ആമേ എന്തുകൊണ്ട്? ദൈവത്തിന്റെ പ്രവചനം നിവർത്തി സംഭവിക്കേണ്ടതിന് കർത്താവായ യേശുക്രിസ്തു മരിക്കണം എന്നുള്ളത് പ്രവാചകന്മാരുടെ പ്രവചന നിവർത്തിയാണ്. ആ നിവർത്തി അവ സംഭവിക്കാതിരുന്നു എങ്കിൽ ഇന്ന് ഞാൻ ഇങ്ങനെ റോസ് ഫാമിലി എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിനകത്ത് നിൽക്കത്തില്ല. ആമേൻ. എന്റെ യേശു മരിച്ചതുകൊണ്ട്, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായതുകൊണ്ട് ഇന്ന് ഞാൻ ഈ സമയം ആമേൻ സ്തോത്രം റോസ് ഫാമിലി എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഈ ലൈവിൽ എന്റെ അപ്പനെ ഞാൻ പ്രസംഗിക്കുകയാ. സ്തോത്രം. എന്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചതുകൊണ്ട്, എന്റെ കർത്താവ് കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി യാഗമായതുകൊണ്ട്, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, നിങ്ങൾക്ക് വേണ്ടി യാഗമായതുകൊണ്ട് ആമേൻ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പറയട്ടെ, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ ഇതാ പച്ച മരക്കുരിശ്, പൈൻ മരത്തിൽ ഉണ്ടാക്കിയതായിരിക്കുന്ന പച്ച മരക്കുരിശ്, ഏകദേശം 150 കിലോ ഭാരം വരുന്നതായിരിക്കുന്ന ആ പച്ച മരക്കുരിശ് അവന്റെ തുവളിൽ ചേർത്ത് അവൻ തുവളിൽ വെച്ചുകൊണ്ട് അവൻ ഒരു വണ്ടിക്കാളെ അടിച്ചുവിടുന്നത് പോലെ കർത്താവായ യേശുക്രിസ്തുവിനെ തെരുവീഥിയിൽ കൂടെ വിട്ടുകയാണ്. ആമേൻ ഹല്ലേലൂയ. അവനതാ ക്ഷമിക്കുന്നു. യേശുവിനെ പിന്നിൽ നിന്ന് കള്ളന്മാർ ചാട്ടവാറിനാൽ അടിക്കുമ്പോൾ അവൻ ക്ഷമിക്കുകയാണ്. ഇന്ന് പകൽ സഹോദര, നീ ക്ഷമിക്കണം. നിന്റെ ഭവനത്തിൽ നീ ക്ഷമിക്കണം. നിന്റെ ഭാര്യയോട് നീ ക്ഷമിക്കണം. നിന്റെ മക്കളോട് നീ ക്ഷമിക്കണം. നിന്റെ പാസ്റ്ററോട് നീ ക്ഷമിക്കണം. നിന്റെ വിശ്വാസിയോട് നീ ക്ഷമിക്കണം. യേശു ക്ഷമിച്ചു. അവൻ ക്ഷമിച്ചു. ആമേൻ. അവൻ താഴ്മപ്പെട്ടു. അവൻ വിനയപ്പെട്ടു. എന്തുകൊണ്ട്? യെശയ്യാ 53 പറഞ്ഞിരിക്കുന്ന പ്രവചനം നിവർത്തിക്കണം. ഇന്ന് പകൽക്കാലം പറയട്ടെ, ചില ദൈവമക്കളുടെ ജീവിതത്തിൽ ചില പ്രവചന നിവർത്തികൾ സംഭവിക്കാൻ പോകുന്നു. സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിനകത്ത് അവൻ ദൈവത്തിന്റെ ചില അവൻ പ്രവചന നിവർത്തികൾ സംഭവിക്കാൻ തുടങ്ങുകയാണ്. ഹല്ലേലൂയ. ആമേൻ. മെസ്സേജ് ഇടുമ്പോൾ തന്നെ എന്നോടൊപ്പം കരമുയർത്തി ഒരാമേൻ ഇരിക്കുന്ന ഇരിപ്പിൽ എന്റെ പ്രിയപ്പെട്ടവർക്ക് പറയാൻ കഴിയുമോ? ഹല്ലേലൂയ. ആമേൻ. ചിലരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവചന നിവർത്തി സംഭവിക്കാൻ തുടങ്ങുന്നു. ആമേൻ ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ സമയം ഞാൻ ജയമെടുക്കുകയാണ്. യേശുവിനെ അവിടെ നിന്ന് അടിച്ചുവിട്ടു. ആമേൻ ഹല്ലേലൂയ. പല ഇടങ്ങളിലും ആമേൻ പച്ച മരക്കുരിശുമായി കർത്താവായ യേശുക്രിസ്തു വീണു. ആമേൻ. ആ ഭാഗമൊന്നും ആമേൻ ഞാൻ കൂടുതലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം സമയത്തിന്റെ പരിമിതി അങ്ങനെയാണ്. ഹല്ലേലൂയ. യേശു വിടുന്നു എങ്കിലും പിതാവായ ദൈവം പല ഇടങ്ങളിലും താങ്ങി അവനെ എഴുന്നേൽപ്പിച്ചു. ഈ മരക്കുരിശുമായി കർത്താവ് കടന്നു പോകുകയാണ്. ആർക്ക് വേണ്ടി? അവൻ നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി. അവൻ ഇന്ന് ലോകമെമ്പാടുമുള്ള അവൻ ജനതകൾ എന്തുകൊണ്ട് എന്റെ അപ്പനെ പ്രസംഗിക്കുന്നു, എന്റെ അപ്പനെ പ്രസംഗിക്കുന്നു, എന്നുകൊണ്ട് എന്റെ ദൈവത്തെ പ്രസംഗിക്കുന്നു. ഈ ബൈബിൾ എടുത്തുകൊണ്ട് അവൻ എന്റെ കർത്താവിനെ പ്രസംഗിക്കാൻ ഒരു കാരണമുണ്ട്. അവൻ നിനക്ക് വേണ്ടി കാൽവറിയിൽ അവൻ മരിച്ചതുകൊണ്ട്. യേശുവിൻ നാമത്തിൽ നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, എന്റെ ഭാര്യയ്ക്ക് വേണ്ടി, എന്റെ മക്കൾക്ക് വേണ്ടി,
വേണ്ടി, എന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിന്റെ സഭയ്ക്ക് വേണ്ടി, നിന്റെ സമൂഹത്തിന് വേണ്ടി എന്റെ കർത്താവ് മരിച്ചത് കൊണ്ട് ഇന്ന് നാം ജീവിക്കുന്നു. യേശു മരിച്ചതിനാൽ നാം ജീവിക്കുന്നു. യേശു മരിച്ചത് കൊണ്ട് നീ ജീവിക്കുന്നു. യേശു മരിച്ചത് കൊണ്ട് നീ പ്രസംഗിക്കുന്നു. യേശു മരിച്ചത് കൊണ്ട് നീ അന്യഭാഷ പറയുന്നു. യേശു മരിച്ചത് കൊണ്ട് ആമേൻ നീ ഹല്ലേലൂയ പറയുന്നു. ആമേൻ. ഈ ജീവന്റെ പ്രമാണം, ഈ ജീവന്റെ വചനം, അനേകരെ ജീവിപ്പിക്കുന്ന വചനം, അനേകരെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുന്ന വചനം, ആമേൻ, ജീവന്റെ വചനം, ഹല്ലേലൂയ, മുടന്തനെ സൗഖ്യമാക്കിയ വചനം, ആമേൻ, ഭാവിയെ രക്ഷിക്കുന്ന വചനം, പിന്മാറ്റക്കാരെ മടക്കിക്കൊണ്ടുവരുന്ന വചനം, ജീവന്റെ പ്രകാശമായിരിക്കുന്ന വചനം, ഈ വചനം ഇന്ന് പകലിലും ജീവിക്കുന്നു. പ്രൈസ്. ഞാൻ പറഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ. ആ കാൽവരി ക്രൂശിലേക്ക്, ആമേൻ, ആ കാൽവരി ഗോൽഗോത്ത മല എന്ന് വെച്ച തലയോടിടം എന്ന് അർത്ഥം വരുന്നതായ ഗോൽഗോത്ത മലയിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ കൂട്ടിക്കൊണ്ടുപോയി ആമേൻ താൻ ഉണ്ടാക്കിയതായിരിക്കുന്ന പച്ച മരക്കുരിശിൽ യേശുവിനെ നെടുക കിടത്തി. ആമേൻ. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1 മുതൽ ആമേൻ കല്ല് താഴോട്ടുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയും. അവിടെ ഒരു പിതാവിനെ കാണും, ഒരു പുത്രനെ കാണും, ആമേൻ, വിറക് ചുമന്നതായിരിക്കുന്ന ഒരു ഇസ്ഹാക്കിനെ കാണും. ഇതെല്ലാം അതിന്റെ നിവർത്തികളാ. അതിന്റെ നിവർത്തിയായി ഇവിടെ സംഭവിക്കുന്നത്. അപ്പൻ വിറക് കീറി മകന്റെ തോളിൽ വെച്ചു കൊടുത്തു. ആമേൻ. മകൻ നടക്കുന്നു. ആമേൻ. അപ്പൻ പിന്നാലെ പോകുന്നു. ആമേൻ. ദൈവത്തിന് സ്തോത്രം എന്നതുപോലെ അപ്പനത് പച്ച മരക്കുരിശ് എടുത്ത റോമ പടയാളികൾ, മന്ദബുദ്ധികളാകുന്ന റോമ പടയാളികൾ വിചാരിച്ചു, സ്തോത്രം, ആമേൻ, ഇവരാണ് ഈ പച്ച മരക്കുരിശെടുത്ത് കർത്താവിന്റെ തോളിൽ വെച്ചു കൊടുത്തതെന്ന്. അല്ല. തെറ്റുപറ്റരുത്, തെറ്റുപറ്റരുത്. ഈ മരക്കുരിശെടുത്ത് കർത്താവിന്റെ തോളിൽ വെച്ചു കൊടുത്ത എന്റെ പിതാവാ, എന്റെ പിതാവാ, എന്റെ യേശുവാ, എന്റെ പിതാവായ ദൈവമാ പുത്രന്റെ തോളിൽ ആ മരക്കുരിശെടുത്ത് വെച്ചു കൊടുത്തത്. ഇസഹാക്കിന്റെ അവൻ ചുമലിൽ, അവൻ അബ്രഹാം വിറക് കീറി ചുമലിൽ വെച്ചു കൊടുത്ത ആ മോറിയ മലയിലേക്ക് പോയതുപോലെ ഗോൽഗോത്ത മലയിലേക്ക്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, പിതാവായ ദൈവം പച്ച മരക്കുരിശ്, പൈൻ മരക്കുരിശ് എടുത്ത് കർത്താവിന്റെ തോളിൽ വെച്ചിട്ട് പിതാവ് അവനോടൊപ്പം നടന്നു നീങ്ങുകയാണ്. ആമേൻ. പിതാവ് കൂടെയുണ്ട്. നീ ഭാരപ്പെടണ്ട. നിന്നോട് കൂടെ ആമേൻ, നിന്നോട് കൂടെ ദൈവമുണ്ട്, നിന്നോട് കൂടി കർത്താവുണ്ട്. ആമേൻ. നീ ഭാരപ്പെടണ്ട. ഏത് വിഷയത്തിൽ നീ തകർന്നിരിക്കുന്നു, ഏത് വിഷയത്തിൽ നീ ഉട്ടക്കപ്പെട്ടിരിക്കുന്നു, ഏത് വിഷയത്തിൽ ആമേൻ സ്തോത്രം നീ വേദനപ്പെട്ടിരിക്കുന്നു, ഇന്ന് പകലിൽ ഞാൻ വിളിച്ചു പറയുന്ന നസ്രയത്തുകാരനായ എന്റെ യേശു ഇന്ന് പകലിൽ നിന്നോട് കൂടെ ഉണ്ട്, നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പ്രവചനം 43-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഇപ്പോഴേ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ, നിന്നെ നിർമ്മിച്ചവനുമായിരിക്കുന്ന യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഇന്ന് പകലിൽ സ്നേഹിത, നിനക്കൊരു ദൈവമുണ്ട്, നിനക്കൊരു ദൈവമുണ്ട്. നിനക്ക് അപ്പ എന്ന് വിളിക്കാൻ, നിനക്ക് ദൈവമേ എന്ന് വിളിക്കാൻ, ആമേൻ, നിനക്കൊരു പിതാവുണ്ട്, നിനക്കൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ എത്രേ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അവന്റെ പേര് കർത്താവായ യേശു, അവന്റെ പേര് കർത്താവായ യേശു. ആ ദൈവത്തിന്റെ പേര് കർത്താവായ യേശു. അതെ, ആ ഗോൽഗോത്ത മലയിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ കൊണ്ടുപോയി ആ പച്ച മരക്കുരിശിലേക്ക് കർത്താവിനെ കിടത്തി. 9 ഇഞ്ച് നീളം വരുന്ന പല കണക്കുകൾ ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. 9 ഇഞ്ച് നീളം, 15 ഇഞ്ച് നീളം, 10 ഇഞ്ച് നീളം എന്നൊക്കെ, 12 ഇഞ്ച് നീളം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ നമുക്കൊരു കണക്കിട 9 ഇഞ്ച് നീളം വരുന്ന കാരിരുമ്പ് ആണികൾ കർത്താവിന്റെ കൈമേൽ അടിച്ച് അവൻ ഇറക്കി താഴ്ത്തി, അവൻ പച്ച മരക്കുരിശിനോട് ചേർത്ത്, അതുപോലെ കാലുകളും, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, കാലുകൾ താണു പോകാതിരിക്കേണ്ടതിന് അതിന്റെ അടിഭാഗത്തൊരു സപ്പോർട്ട് കൊടുത്ത കാൽപാദങ്ങൾ എടുത്ത് ആ സപ്പോർട്ടിനെ മേലെ വെച്ചിട്ട് ആമേൻ ആണികൾ അടിച്ച് കർത്താവിന്റെ കാലുകളെയും ബന്ധിച്ചു. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. നീ യേശുവിനോട് കൂടെയാണോ? നീ ദൈവത്തോട് കൂടെയാണോ? ആര് നിന്നെ ബന്ധിച്ചാൽ നീ പുറത്തു വരും. നീ 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 നിന്റെ കുടുംബം. പ്രാർത്ഥിച്ചോ. ഇന്ന് പകല് സ്നേഹിത, ഇതിനോടൊപ്പം ഒരു ദൂത് ഞാൻ കൈമാറാം. ആമേൻ, ഹല്ലേലൂയ. നീ പ്രാർത്ഥിച്ചോ. കുടുംബമായി കരം കോർത്തു പിടിച്ച് നിന്റെ മക്കളെ വിളിക്ക്. ആമേൻ. നിന്റെ മക്കളെ വിളിക്ക്, ഭാര്യയെ വിളിക്ക്, അവൻ ഭാര്യ ഭർത്താവിനെ വിളിക്ക്, മക്കളെ വിളിക്ക്. ഒരുമിച്ച് പ്രാർത്ഥന റൂമിനകത്ത് മുട്ടുമടക്കി കരം കോർത്ത് പിടിച്ച് അവൻ പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിന്നെ ആര് ബന്ധിച്ചാലും ആ ബന്ധനത്തിൽ നിന്ന് നിന്നെ പുറത്ത് കൊണ്ടുവരാൻ
നിന്നെയും നിന്റെ കുടുംബത്തെയും, നിന്നെയും നിന്റെ കുടുംബത്തെയും, നിന്നെയും നിന്റെ സഭയെയും, ആമേൻ 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 ആമേൻ, നിന്നെയും നിന്റെ സഭയെയും നിന്നെയും നിന്റെ കുടുംബത്തെയും ആ ബന്ധനത്തിൽ നിന്ന്, ആ ബന്ധനത്തെ അഴിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരാൻ ഇന്ന് പകലിൽ ദൈവവചനത്തിന് ശക്തിയുണ്ട്. എന്റെ യേശുവിന് കഴിയും. ആ യേശുവിന്റെ പാദവീട് ഇന്ന് പകലിൽ നീ ഒറ്റയ്ക്കല്ല, നീ കുടുംബമായിട്ട്. ആമേൻ, സ്തോത്രം. സഹോദരി, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ കുടുംബമായിട്ട് ഇന്ന് പകലിൽ നിറക്കണ്ണുനീരോടെ പ്രാർത്ഥന റൂമിനകത്ത് മുട്ടുമടക്കുന്നുവെങ്കിൽ ഇപ്പോൾ ഈ സന്ദേശം നിനക്കും നിന്റെ കുടുംബത്തിന് വിടുതല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. നിനക്ക് വിടുതല. ഹല്ലേലൂയ. നിനക്ക് റൈറ്റ് നൗ, നിനക്ക് വിടുതല, നിനക്ക് വിടുതല. ആമേൻ. നിനക്ക് വിടുതല, നിന്റെ കുടുംബത്തിന് വിടുതല. ഒരു മാന്ത്രിക ശക്തികളും നിന്നെ തൊടുകയില്ല. ഒരു വെച്ചുപൂജകളോ, ഒരു കുരിയാലകളോ, നേർച്ചകളോ, കാഴ്ചകളോ, മന്ത്രശക്തികളോ നിന്നെ തൊടത്തില്ല. ഇന്ന് പകലിൽ ആ കാൽവരി നാഥന്റെ, ആ കാൽവരി ക്രൂശിന് യാഗമായ യേശു ക്രിസ്തുവിനെ കുടുംബമായി ഇന്ന് പകലിൽ ആരാധിക്കാൻ തുടങ്ങിയാൽ സുഭാഷല്ല പറയുന്നത്, പരിശുദ്ധാത്മാവാ. ആമേൻ. നിന്നെ കുടുംബമായി വിടിവിച്ച് പുറത്തെടുത്ത് ദേശത്തിന്റെ നടുവിൽ നിന്റെ തല ഉയർത്തി നിന്നെ മാനിപ്പാൻ ഇന്ന് പകലിലും എന്റെ ദൈവം മതിയായ ദൈവമാ. യേശുവിന്റെ നാമത്തിൽ അവിടെ വെച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ കാൽവരി ക്രൂശിൽ, ഗോൽഗോഥ മലയിൽ വെച്ച്, ആമേൻ, ഇസഹാക്കിനെ മോറിയ മലയിൽ വെച്ച് അബ്രഹാം എന്ന പിതാവ് യാഗം ചെയ്തതുപോലെ ഇവിടെ കാൽവരി ക്രൂശിൽ, ആമേൻ, കാൽവരി മലയിൽ, ആമേൻ, ആ ക്രൂശിൽ, ആമേൻ, കല്ലിലെ 9 ഇഞ്ച് ആണികളാൽ തറക്കപ്പെട്ട്, ആമേൻ, കർത്താവായ യേശു ക്രിസ്തുവിനെ കാൽവരി ക്രൂശിൽ ക്രൂശിച്ചു, കാൽവരിയിൽ ക്രൂശിച്ചു. ആർക്ക് വേണ്ടി? നിങ്ങൾക്ക് വേണ്ടി കർത്താവ് മരണം ഏറ്റെടുത്തു. ആമേൻ. ഏദൻ തോട്ടത്തിൽ ഒരു ആട്ടിൻകുട്ടി മരിച്ചതുപോലെ, പാപം ചെയ്ത മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആമേൻ ഒരു ആട്ടിൻകുട്ടി മരിച്ചതുപോലെ, ഊനമില്ലാത്ത ഒരു മൃഗം മരിച്ചതുപോലെ കർത്താവായ യേശു കാൽവരി ക്രൂശിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി മരണപ്പെട്ടു. സ്തോത്രം. ചിലർ വിചാരിച്ച് അതോടുകൂടി തീർന്നു എന്ന കഥ. നിന്റെ കഥ ഇതോടെ തീർന്നു എന്ന് പറയുന്നവരുടെ മുമ്പിൽ തീർന്നിട്ടില്ല. തീർന്നിട്ടില്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? തീർന്നിട്ടില്ല. റോമക്കാർ പറഞ്ഞു തീർന്നു യവൻ, ഇതോടുകൂടി തീർന്നു. ആമേൻ. ദാരുണമായിരിക്കുന്നൊരു മരണമല്ലേ സാധാരണ ഒരു പാപിയെ, സാധാരണ ഒരു പാപം ചെയ്യുന്ന മനുഷ്യനെ ക്രൂശിക്കുന്നതിനുപരിയായി അസാധാരണമായ നിലയിലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം. അതോടുകൂടി തീർന്നു എന്ന മനുഷ്യൻ വിധി എഴുതി. നീയും നിന്റെ കുടുംബവും നിന്റെ സഭയും ഇതോടുകൂടി തീർന്നു എന്ന് വിധി എഴുതുന്നവരുടെ മുൻപിൽ നീ ഉയർത്തെഴുന്നേൽക്കാൻ പോകുകയാ. ആമേൻ പറഞ്ഞ, ആമേൻ പറഞ്ഞ ദൂത് ഏറ്റെടുക്കട്ടെ. ആമേൻ പറഞ്ഞ സന്ദേശം ഏറ്റെടുക്കട്ടെ. നീയും നിന്റെ കുടുംബവും ഉയർത്തെഴുന്നേൽക്കാൻ പോകുകയാ. നിന്റെ വില്ലേജിൽ, നിന്റെ പട്ടണത്തിൽ, നിന്റെ ഗ്രാമത്തിൽ, നിന്റെ സ്തോത്രം കല ടൗണിൽ, നിന്റെ ദേശത്ത്, ആമേൻ, നീ തല ഉയർത്താൻ പോകുകയാ. വെറുതെയല്ല കേട്ടോ. ഞാൻ ജീവന്റെ വചനമാ പറയുന്നേ. ഞാൻ മരിച്ച ഒരു വ്യക്തിയല്ല പറയുന്നത്, മരിച്ചു ഉയർത്തെഴുന്നേറ്റ വ്യക്തിയെ പറയുന്നത്. ആമേൻ. കല്ല, നീ ഉയരാൻ പോകുകയാ. നിന്നെ തമ്പുരാൻ ഉയർത്താൻ പോകുകയാ. യെസ്, യേശുവിൻ നാമത്തിൽ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. റോമക്കാർ വിചാരിച്ചു ഇവൻ ഇതോടുകൂടി തീർന്നു, സ്തോത്രം എന്ന് ചിന്തിച്ച സ്ഥാനത്ത് പ്രവചനം നിവർത്തിക്കേണ്ടതിന്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഇതാ കർമ്മേഘം കരിമ്പിട പോലെ, ആമേൻ, സ്തോത്രം, കറുത്ത് അവൻ കറുക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ എന്താ സംഭവിക്കുന്നത് എന്ന് അറിയാതെ പ്രൈസ് ദി ലോർഡ് എല്ലാവരും പരിഭ്രാന്തരായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ കർത്താവായ യേശു അവൻ കാൽവരി ക്രൂശിൽ 3 ആണിമേൽ തൂങ്ങപ്പെട്ടു. അവൻ മരിച്ചു, സ്തോത്രം. യേശു തന്നെ യേശുവിനെ കുറിച്ച് പ്രവചിച്ചു, മനുഷ്യർ എന്നെ കൊല്ലും, എങ്കിലും മനുഷ്യപുത്രൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. മനുഷ്യപുത്രൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. മനുഷ്യൻ പാപികളുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു. ആമേൻ. അവർ അവനെ കൊല്ലും. ആമേൻ. സ്വന്തം പ്രവചനം ഇന്ന് പകലിൽ മറ്റൊരു പ്രവാചകൻ നിന്റെ തലയിൽ കൈവച്ച് പ്രവചിക്കേണ്ട ഇട വരരുതേ. മറ്റൊരു പ്രവാചകൻ വന്ന് നിന്റെയും നിന്റെ മക്കളുടെയും തലയിൽ കൈവച്ച് പ്രവചിക്കേണ്ട സാഹചര്യം വരരുത്. നീ നിന്നെ കുറിച്ച് തന്നെ പ്രവചിക്കണം. യെസ്, ആമേൻ. ഞാൻ ആ ഭാഗത്തേക്ക് വരാൻ പോകുകയാ. ആ ഭാഗത്തേക്ക് 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കടന്നു വരാം. നീ നിന്നെ കുറിച്ച് തന്നെ പ്രവചിക്കുന്ന ഒരു കാലഘട്ടം. അപ്പൻ ഭാര്യയെ കുറിച്ച് പ്രവചിക്കണം. ആമേൻ. ഭാര്യ ഭർത്താവിനെ കുറിച്ച് പ്രവചിക്കണം. ആമേൻ. ഭർത്താവ് ഭാര്യയെ കുറിച്ച്, ഭാര്യ ഭർത്താവിനെ കുറിച്ച് പ്രവചിക്കണം. മക്കൾ പരസ്പരം
പരസ്പരം പ്രവചിക്കണം. ഫിലിപ്പോസിന്റെ കുടുംബം പോലെ 4 പ്രവാചകന്മാരായ മക്കൾ, അപ്പൻ പ്രവാചകൻ, അമ്മ പ്രവാചകി എന്ന ഗണത്തിൽ ആമേൻ നീയും നിന്റെ കുടുംബവും നിങ്ങളെക്കുറിച്ച് നിങ്ങൾ തന്നെ പ്രവചിക്കണം. അതിനുവേണ്ടി യേശു മരിച്ചത്. ആമേൻ. മറ്റൊരു പ്രവാചകനെ നിന്റെ വീട്ടിൽ വിളിച്ചു വരുത്തി തലയിൽ കൈവച്ച് ഞാൻ നിന്നെ വാലല്ല തലയാക്കും. വർഷങ്ങൾ കൊണ്ട് കാത്തിരിക്കും, വർഷങ്ങൾ കൊണ്ട് സ്തോത്രം. എന്നാൽ നീ നിന്നെക്കുറിച്ച് തന്നെ പ്രവചിക്കണം. കർത്താവായ യേശു തന്നെക്കുറിച്ച് തന്നെ പ്രവചിച്ചു. എങ്ങനെ? മനുഷ്യപുത്രൻ പാപിയുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു, അവർ അവനെ കൊല്ലും, എങ്കിലും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. അത് സംഭവിച്ചു. അവൻ മരിച്ചു, അവൻ അടക്കപ്പെട്ടു. കർത്താവായ യേശു ക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ആദിയിൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. 14-ാം വാക്യം, ഈ വചനം കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. യേശു കർത്താവ് ഈ ലോകത്ത് കടന്നു വന്നതും നിനക്ക് വേണ്ടി. യേശു കർത്താവ് 33.5 തിരുവയസ്സ് വരെ ജീവിച്ചതും നിനക്ക് വേണ്ടി. കർത്താവായ യേശു ക്രിസ്തു 33 തിരുവയസ്സ് വരെ തന്റെ പ്രേക്ഷിക ദൗത്യം തികച്ച് പൂർത്തീകരിച്ചതിന് ശേഷം കർത്താവായ യേശു കാൽവറി ക്രൂശിൽ മരിച്ചതും നിനക്ക് വേണ്ടി. സ്നേഹിത, നിനക്ക് വേണ്ടി, നിന്റെ രക്ഷയ്ക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും അവൻ സിംഹാസനസ്ഥനായിരിക്കുന്നതും നിനക്ക് വേണ്ടി. ഈ ദൈവത്തെ തള്ളിക്കളയരുത്. സ്തോത്രം. അവനതാ ഉയർത്തെഴുന്നേറ്റു. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. കർത്താവായ യേശു മരിച്ചു, കാൽവരി ക്രൂശിൽ മരിച്ചു. യേശു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. നിന്റെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, നിന്റെ രക്ഷയ്ക്ക് വേണ്ടി, സകല മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി, സകല മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവൻ മരിച്ചു, അവൻ അടക്കപ്പെട്ടു. തിരുവെഴുത്തിൻ പ്രകാരം എന്ന് വെച്ചാൽ ഒന്നും തിരുവെഴുത്ത് കൂടാതെ സംഭവിച്ചിട്ടില്ല. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ, യേശുക്രിസ്തുവിന്റെ ലൈഫിൽ ഒന്നും തിരുവെഴുത്ത് കൂടാതെ സംഭവിച്ചിട്ടില്ല. എല്ലാം തിരുവെഴുത്തിൻ പ്രകാരം. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുന്നു, സ്തോത്രം, നിന്റെ ലൈഫും തിരുവെഴുത്തിൻ പ്രകാരം. യെസ്, തിരുവെഴുത്തിൻ പ്രകാരം. ഇന്ന് ഈ സമയം ഈ ഇരിക്കുന്ന ഇരിപ്പിൽ ഒരു ഡിസിഷൻ എടുക്കുക. യേശുവേ, എൻ്റെ ലൈഫും തിരുവെഴുത്തിൻ പ്രകാരം. യെസ്, എനിക്ക് അങ്ങ് തന്ന തലമുറകളുടെ ലൈഫ് തിരുവെഴുത്തിൻ പ്രകാരം ഏൽപ്പിച്ചു കൊടുക്കാൻ എത്ര പേർക്ക് കഴിയും? ഇന്ന് പകലിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ. എൻ്റെ ജീവിതം ഞാൻ മാറ്റിവെച്ചു. എൻ്റെ അപ്പന് വേണ്ടി എൻ്റെ ലൈഫ് ഞാൻ മാറ്റി. എൻ്റെ കുടുംബത്തെ ഞാൻ സമർപ്പിച്ചു എൻ്റെ കർത്താവിന് വേണ്ടി. എൻ്റെ ജീവിതവും തിരുവെഴുത്തിൻ പ്രകാരം. എത്ര പേര് സമർപ്പിക്കും? നിന്റെ ജീവിതം തിരുവെഴുത്തിൻ പ്രകാരം തുടരണം. അവൾ തിരുവെഴുത്തിൻ പ്രകാരം ജനിച്ചു, തിരുവെഴുത്തിൻ പ്രകാരം ജീവിച്ചു, തിരുവെഴുത്തിൻ പ്രകാരം മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടു, തിരുവെഴുത്തിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു, തിരുവെഴുത്തിൻ പ്രകാരം ആരോഹണം ചെയ്തു. യേശുവിൻ്റെ ലൈഫ് മുഴുവനും തിരുവെഴുത്തിൻ പ്രകാരം. ഇന്ന് എന്നെ കേൾക്കുന്ന, ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്ന 16 പേരുണ്ടെന്നാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. ഈ 16 പേരോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ലൈഫ് തിരുവെഴുത്തിൻ പ്രകാരം ഇന്നു മുതൽ മാറട്ടെ. എൻ്റെ ഇഷ്ടമല്ല. ഗതസമന തോട്ടച്ച് വെച്ച് കർത്താവ് പറഞ്ഞു, എൻ്റെ ഇഷ്ടമല്ല പിതാവേ, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ. തിരുവെഴുത്തിൻ പ്രകാരം നിന്റെ ലൈഫ് മാറട്ടെ. യെസ്, ഇതിലപ്പുറം ഒരു ദൂത് പറയാനില്ല. നിന്റെ ലൈഫ് തിരുവെഴുത്തിൻ പ്രകാരം, നിന്റെ ലൈഫ് തിരുവെഴുത്തിൻ പ്രകാരം നടക്കട്ടെ. സ്തോത്രം. സെക്കൻഡ്, യേശു മരിച്ചത്, ആമേൻ, 2-ാം ഭാഗം, ആമേൻ, 2-ാം ഭാഗം നൽകപ്പെട്ടിരിക്കുന്ന സബ്ജക്റ്റ് കൃപായുഗം. യേശു മരിക്കാതിരുന്നു എങ്കിൽ ഒരു കൃപായുഗം ഭൂമിയിൽ സ്ഥാപിതമാകത്തില്ല. യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് കൃപായുഗം ഭൂമിയിൽ സ്ഥാപിതമായി. കൃപായുഗം എന്ന് വെച്ചാൽ എന്താണ്? ഇത് കർത്താവിന്റെ വാഗ്ദത്വമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 24-49 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, എന്റെ പിതാവ് വാഗ്ദത്വം ചെയ്തതിനെ ഞാൻ നിങ്ങൾക്ക് അയക്കും. അവൻ നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം, ശക്തി ധരിക്കുവോളം നിങ്ങൾ നഗരത്തിൽ പാർപ്പിൻ. യേശു ജീവിച്ചിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, എന്റെ പിതാവിന്റെ വാഗ്ദത്വം, ആ വാഗ്ദത്വമാണ് കൃപായുഗം.
ആ വാഗ്ദത്തത്തിലാ ഇന്ന് നീയും ഞാനും നിൽക്കുന്നത്. ഇന്ന് നീയും ഞാനും ജീവിക്കുന്നത് കർത്താവിന്റെ വാഗ്ദത്തത്തിലാ. ഞാൻ എൻ്റെ പിതാവിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് എൻ്റെ കാര്യസ്ഥനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. എന്തിനാ? ഇനി ആരും നിങ്ങളെ വഞ്ചിക്കരുത്, ഇനി ആരും നിങ്ങളെ തകർക്കരുത്, ഇനി ആരും നിന്റെ മിനിസ്ട്രിയെ ചവിട്ടി താഴ്ത്തരുത്, ഇനി ആരും നിന്റെ നന്മയെ ചവിട്ടി താഴ്ത്തരുത്. ഇത് മുൻ കണ്ടുകൊണ്ടാ എൻ്റെ കർത്താവ് മരണപ്പെട്ട് സ്തോത്രം ആമേ സ്വർഗത്തിലേക്ക് പോയിട്ട് പിതാവിനോട് വാങ്ങി. അങ്ങനെ തന്നെ ബൈബിൾ പറയുന്നു. തൻ്റെ വാഗ്ദത്തം, നിങ്ങളോട് പറയപ്പെട്ട വാഗ്ദത്തം, ശിഷ്യന്മാരോട് പറയപ്പെട്ട വാഗ്ദത്തം പിതാവിനോട് വാങ്ങി ഈ ലോകത്തിലേക്ക് അയച്ചത്. ഇപ്പോൾ നാം ജീവിക്കുന്നത് കൃപായുഗത്തിലാണ്. തിരുവെഴുത്തിൽ പറയുന്ന 7 യുഗങ്ങളിൽ 6ാമത്തെ യുഗമാണ് കൃപായുഗം. 7 യുഗങ്ങളെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. ബൈബിൾ കോളേജിലേക്ക് ഞങ്ങൾ പഠിപ്പിക്കുന്ന ആ സബ്ജക്റ്റാണ് കൃപായുഗങ്ങളെ കുറിച്ച്. സ്തോത്രം. എന്നാൽ 7 യുഗങ്ങളിൽ 6ാമത്തെ യുഗമാണ് കൃപായുഗം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് നാം ജീവിക്കുന്നത് കൃപായുഗത്തിലാണ്. ഈ യുഗം ആരംഭിച്ചത് തന്നെ പെന്തക്കോസ് നാളിലാണ്. പെന്തക്കോസ് നാളിലാണ് ഈ യുഗം ഉടലെടുത്തത്, ഈ യുഗം സ്റ്റാർട്ടായത്, ഈ യുഗത്തിന് ആളിക്കല്ലിട്ടത്, ഈ യുഗത്തിന് ഫൗണ്ടേഷൻ ഇട്ടത് പെന്തക്കോസ് നാളിലാണ്. സ്തോത്രം. കൃപായുഗത്തിൽ രക്ഷിക്കപ്പെടുന്നവർ കർത്താവിന്റെ മണവാട്ടി സഭയാ. ഇന്ന് മണവാട്ടി സഭയ കൃപായുഗത്തിൽ രക്ഷിക്കപ്പെടുന്നവർ. ഈ കൃപായുഗത്തിൽ രക്ഷ വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സ്തോത്രം, നീ എങ്ങനെ മണവാട്ടി സഭയിൽ ഉൾപ്പെടും? മടങ്ങുവാ സ്നേഹിത. മാനസാന്തരപ്പെട്ടിട്ട് കൃപായുഗത്തിൽ നിന്നും പിന്മാറി ജീവിക്കുന്നവരാരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ സ്തോത്രം, ആമേൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഏറ്റെടുത്തിട്ട്, വാഗ്ദത്വം ഏറ്റെടുത്തിട്ട് പിന്മാറിപ്പോയി ഈ ലോകത്തിന്റെ മോടിയിൽ ജീവിക്കുന്ന, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിക്കുന്നവരാരെങ്കിലും ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്നു എങ്കിൽ നിനക്ക് നഷ്ടപ്പെട്ടത് കൃപായുഗമാണ്. കൃപായുഗമാണ് നിനക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇന്ന് നാം ജീവിക്കുന്നത് കൃപായുഗത്തിലാണ്. ഈ കൃപായുഗം എപ്പോൾ ആരംഭിച്ചു? ഉത്തരം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം ആമേൻ 2-ാം അധ്യായം 1 മുതൽ ആമേൻ 47 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. കർത്താവ് പറഞ്ഞ വാഗ്ദത്വമാണ് ദൈവത്തിന്റെ കൃപ. ദൈവത്തിന്റെ കൃപായുഗം. എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു, സോറി. ആമേൻ. സ്തോത്രം. ഈ ഒരു ഭാഗം കൂടി വിവരിച്ചിട്ട്, കാര്യം സബ്ജക്റ്റ് നൽകിയത് കൊണ്ട്. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഒരു 2 മിനിറ്റ് കൂടി ആമേൻ നമുക്ക് ചിന്തിക്കാം. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് അവരോഹണം ചെയ്തപ്പോൾ കൃപായുഗം ഭൂമിയിൽ സ്ഥാപിതമായി. കർത്താവായ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് യേശു, സ്തോത്രം, ആ ഉയർത്തെഴുന്നേറ്റ ഉടനെ തന്നെ സ്വർഗരാജ്യത്തിലേക്ക് കടന്നുപോയില്ല. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അവൻ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 40 നാൾ ശിഷ്യന്മാരോട് കൂടിയായിരുന്നു. ആമേ. ശിഷ്യന്മാരോട് കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് ശാപ്പാടടിക്കുന്നതായിരുന്നില്ല. ആമേ. സ്തോത്രം. യേശു നല്ല പ്രോട്ടീൻ ഫുഡ് കഴിക്കുന്നതായിരുന്നില്ല 40 ദിവസം. പിന്നെ യേശു എന്ത് ചെയ്തു? പക്ഷേ ഉത്തരം, ദൈവരാജ്യത്തെ കുറിച്ച് അവരോട് പ്രസംഗിച്ചു. യേശു ദൈവരാജ്യം പ്രസംഗിച്ചു. യേശു പ്രസംഗിച്ചത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട എന്റെ പിതാവിന്റെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പീൻ. അവർ കാത്തിരുന്നു. വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി എന്നോട് കേട്ട എന്റെ പിതാവിന്റെ വാഗ്ദത്തം. എവിടെ പിതാവിന്റെ വാഗ്ദത്തം? യേശു കർത്താവ് പറഞ്ഞു തുടങ്ങി. അപ്പോസ്തലൻ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്കോ ഇനി 7 നാൾ കഴിയുന്നതിന് മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് പറഞ്ഞു. സ്തോത്രം. പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് കൊണ്ട് നിങ്ങൾക്ക് സ്നാനം, ആമേൻ, സ്തോത്രം, ലഭിക്കും. ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. സ്തോത്രം, സ്തോത്രം. നിങ്ങൾ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കണം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, ആമേൻ, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളാകും. അന്നത്തെ ദിവസം തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രവചന നിവർത്തി ആ കൃപായുഗത്തിലേക്ക്, ആമേൻ, സ്തോത്രം, മനുഷ്യനെ കൊണ്ടുവന്ന് ഉറപ്പിക്കേണ്ടതിന്, കൃപായുഗത്തിൽ മനുഷ്യനെ ഉറപ്പിക്കേണ്ടതിന്, കൃപായുഗത്തിൽ സഭയെ ഉറപ്പിക്കേണ്ടതിന്, ആമേൻ, സ്തോത്രം ചെയ്യുന്ന 120 പേരടങ്ങുന്ന ഒരു സംഘം, ഒരു സഭ
മർക്കോസിന്റെ മാളിക മുറി തിരഞ്ഞെടുത്ത് യേശുവിന്റെ അമ്മയോടുകൂടെ മറിയയോട് ചേർന്ന് 120 പേരടങ്ങുന്ന ഒരു സഭ അപ്പോസ്തല പ്രവൃത്തി പ്രവൃത്തിയുടെ പുസ്തകത്തിൽ ചേർന്ന് വരികയാണ്. ഒരുമിച്ച് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചു, ഐക്യതയോടെ ഒരേ ആത്മാവിനാൽ പ്രാർത്ഥിച്ചു. ഇന്ന് പകൽ നിന്റെ പ്രാർത്ഥന ഐക്യതയോടെ ആയിരിക്കണം, നിന്റെ ആരാധന ഐക്യതയോടെ ആയിരിക്കണം. ഭാര്യയും ഭർത്താവും പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടായാൽ മാറിയിരിക്കരുത്. ഒരുമിച്ച് ചേർന്നിരുന്ന് നീയും നിന്റെ മക്കളുമായി ഒരുമിച്ച് ചേർന്നിരുന്ന് പ്രാർത്ഥന റൂമിനകത്ത് ഒരു ദിവസം പോലും മുടക്കമില്ലാതെ പ്രാർത്ഥിക്കുക. ഇവിടെ 120 പേരടങ്ങുന്ന സഭ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. കർത്താവേ, ആ വാഗ്ദത്തം ഞങ്ങളുടെ മേൽ വരണമേ. പൊടുന്നനെ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. പരിശുദ്ധാത്മാവ് അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവരുടെ മേൽ കടന്നു വന്നു. സ്തോത്രം. അന്യഭാഷകളിൽ അവർ സംസാരിക്കാൻ തുടങ്ങി. കൃപായുഗത്തിൽ സഭയെ ദൈവം ഉറപ്പിച്ചു. ഇന്ന് സഭ നിൽക്കുന്നത് കൃപായുഗത്തിലാ. കൃപയിൽ നിന്ന് വീണു പോകരുത്. എന്തൊക്കെ പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നാലും, എന്തൊക്കെ പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തിൽ വന്നാലും, കടൽ തിര പോലെ ഒന്നിന് പുറകെ ഒന്നായി ദൈവദാസന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. എനിക്ക് മുന്നോട്ട് സ്റ്റെപ്പ് വെക്കാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. എനിക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. കടക്കാർ വന്ന് ഞങ്ങളെ സ്തോത്രം ഹല്ലേലൂയ നിന്ദിക്കുകയാണ്. കടക്കാർ വന്ന് ഞങ്ങളെ പരിഹസിക്കുകയാണ്. ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. പലവിധമാകുന്ന വിഷയത്തിന്റെ നടുവിൽ ഞങ്ങൾ തകർന്നിരിക്കുന്നു, ഞങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നവർ ആരെങ്കിലും ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്നു എങ്കിൽ, ദേശത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട്, ഗൾഫ് രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട്, സ്തോത്രം ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് എന്നെ കേൾക്കുന്നു എങ്കിൽ, പുറത്തിറങ്ങുവാൻ കഴിയാത്തതായിരിക്കുന്ന വേദനയും പ്രയാസവും ഞങ്ങളെ ചുറ്റപ്പെട്ടിരിക്കുന്നു എന്ന് പകൽക്കാലം നീ പറയുന്നു എങ്കിൽ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങ്, ഐക്യതയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾക്ക് പുറത്തോട്ട് പോകാൻ കഴിയുന്നില്ല, പുറത്തിറങ്ങുവാൻ കഴിയാത്ത പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഞങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്ന് നീ പറയുന്നു എങ്കിൽ, വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്ന് വിടിവിപ്പാൻ ഇന്ന് പകലിലും ഈ കൃപായുഗത്തിൽ കർത്താവ് നിന്നെ നിർത്തിയിരിക്കുകയാണ്. ഈ കൃപായുഗത്തിൽ ദൈവം നിന്നെ നിർത്തിയിരിക്കുകയാണ്. സ്തോത്രം. ഈ കൃപായുഗത്തിൽ രക്ഷിക്കപ്പെടുന്നവർ കർത്താവിന്റെ മണവാട്ടി സഭയാണ്. രക്ഷിക്കപ്പെടുന്നവർ മണവാട്ടി സഭ. ഈ സഭയെ ചേർപ്പാൻ കർത്താവ് വരും. മണവാട്ടി സഭയെ ചേർപ്പാൻ കർത്താവ് വരും. മണവാട്ടി അല്ലാത്ത സഭ ഇവിടെ കിടന്ന് കറങ്ങുമ്പോൾ മണവാട്ടി സഭ പറക്കും. മണവാട്ടി സഭ പറക്കും. മണവാട്ടി അല്ലാത്ത സഭ ഇവിടെ കിടന്ന് കറങ്ങും. ആമേൻ. ഇന്ന് പകലിൽ നീയും നിന്റെ കുടുംബവും രക്ഷിക്കപ്പെട്ടാൽ, സ്തോത്രം, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാകളത്തോടും കൂടെ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 4-ാം അധ്യായം 16-ാം വാക്യം അനുസരിച്ച് കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാകളത്തോടും കൂടെ ആകാശത്തിലേക്ക് കർത്താവ് കടന്നു വരുമ്പോൾ, ക്രിസ്തുവിൽ മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. ശേഷം ജീവനോടിരിക്കുന്ന നാം എല്ലാവരും അവനോട് കൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. സ്തോത്രം. കാരണം നീ കൃപയിൽ നിൽക്കണം. ഇത് കൃപായുഗത്തിന്റെ കാലമാണ്. ഈ സഭയെ ചേർപ്പാൻ കർത്താവ് രണ്ടാമത് ഈ സഭയെ ചേർപ്പാനാണ് കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് വരുന്നത്. ഹല്ലേലൂയ. ഈ കൃപായുഗത്തിലാണ് ക്രിസ്തുവാകുന്ന സഭ പണിയപ്പെടുന്നത്. മത്തായി സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യം ഒരു വാക്യം കൂടി വായിച്ച് സ്തോത്രം ഇന്ന് പകൽക്കാലം പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാമത്തെ വാക്യം കർത്താവ് തന്നെ പ്രവചിക്കുകയുണ്ടായി, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. കർത്താവിൻ്റെ സഭ പണിയപ്പെടുന്നത് കൃപായുഗത്തിലാണ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ സഭകൾ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സഭയുടെ പണി ഏറ്റെടുത്തിരിക്കുന്നത് തൃത്വത്തിൽ മൂന്നാമനായിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭയുടെ പണി, സഭയ്ക്കുള്ള സകല റെസ്പോൺസിബിലിറ്റി ഹോളി സ്പിരിറ്റ് ഏറ്റെടുത്തിരിക്കുന്നു. സ്തോത്രം. സഭ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സഭ എന്നാൽ ഒരു കെട്ടിടമല്ല, 4 ഭിത്തികൾ കൊണ്ട് കെട്ടി മോൾഡ് ചെയ്തതല്ല സഭ. തെറ്റിദ്ധരിക്കരുത്. എവിടെ പോകുന്നു? ഞങ്ങൾ സഭയിൽ പോകുന്നു. സഭ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കെട്ടിടമല്ല സഭ. AC വെച്ച പള്ളിയല്ല സഭ. AC ഉള്ള പള്ളിയല്ല സഭ. രക്ഷിക്കപ്പെട്ട ദൈവജനത്തിന്റെ കൂട്ടമാണ് സഭ. ഈ സഭയെ ചേർപ്പാനാ കർത്താവ് വരുന്നത്. കണ്ണുകളടയ്ക്കാം. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് കൃപായുഗത്തിലാണ്. കൃപയിൽ നിന്ന് വീണു പോകരുത്. സകലത്തെയും ആരാഞ്ഞറിയുവാൻ, നിന്റെ മുൻപിൽ വരുന്നവരാരെന്ന് വിവേചിച്ചറിയാൻ, നിന്റെ വീട്ടിൽ നീ കസേരയെടുത്തിട്ട് കൊടുക്കുമ്പോൾ അത് ആരെന്ന് വിവേചിച്ചറിയാൻ കൃപയോടെ ജീവിക്കുക. കൃപയോടെ ജീവിക്കാം ദൈവമക്കളെ. യെസ്,
കഴുത്തിൻ്റെ മുകളിൽ നിന്നുള്ള തല അറ്റ് വീണാലും കൃപയ്ക്ക് വേണ്ടി നിൽക്കുക. ഒറ്റ കാര്യം, കൃപയ്ക്ക് വേണ്ടി നിൽക്കുക. ദൈവം നിങ്ങളെ മാനിക്കും. കണ്ണുകൾ അടയ്ക്കാം. എല്ലാ കണ്ണുകളും അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഈ ഗ്രൂപ്പിലേക്ക് ഈ സമയം കർത്താവിനെ ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തുവാൻ ദൈവം ഒരുക്കിയ അവിടുത്തെ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഒരിക്കൽ കൂടി നമുക്ക് സമർപ്പിക്കാം. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ, കേട്ടപ്പോൾ തന്നെ കമൻറ്റുകളായി, ലൈക്കുകളായി സ്തോത്രം അയച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഓർക്കുവാൻ, സ്തോത്രം ദൈവമാനിപ്പാൻ നമുക്കെല്ലാ കണ്ണുകളും അടച്ച് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശ് മരണവും കൃപായുഗവും എന്ന് പറയുന്ന 2 സബ്ജക്റ്റുകളെ ആധാരമാക്കി ഈ 3/4 മണിക്കൂർ അങ്ങയുടെ തൃപ്പാദത്തിൽ ഞങ്ങൾക്കായിരിക്കാൻ അവിടുന്ന് നൽകിയ കൃപയ്ക്കായി സ്തോത്രം. ഈ ഗ്രൂപ്പിനെ അനുഗ്രഹിക്കണമേ. ഈ ഗ്രൂപ്പ് അനുഗ്രഹിക്കപ്പെടട്ടെ. റോസ് ഫാമിലി ആമേൻ സ്തോത്രം പ്രയർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ ആത്മിക കൂട്ടായ്മ യേശുവിൻ നാമത്തിൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിക്കട്ടെ. ടോപ്പ് മോസ്റ്റിലേക്ക് കർത്താവ് കൊണ്ടുവരുമാറാകണമേ. ഇന്ന് പകലിൽ ഈ ശുശ്രൂഷയിൽ അടിയനോടൊപ്പമായിരുന്ന എല്ലാ ദൈവദാസന്മാർക്കായി, ദൈവമക്കൾക്കായി, സഹോദരിമാർക്കായി, സഹോദരന്മാർക്കായി എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം. കമൻറ്റുകളായി, ലൈക്കുകളായി കൂടെ സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. ആരെങ്കിലും പിന്മാറ്റത്തിൽ ഇരുന്നു കൊണ്ട് ഈ വചനം കേട്ടു എങ്കിൽ, ആരെങ്കിലും മാനസാന്തരപ്പെടാത്തവരുടെ കണ്ണിൽ, ശ്രദ്ധയിൽ ഈ കർത്താവെ മെസ്സേജ് എത്തപ്പെടുന്നു എങ്കിൽ അവർക്കൊരാശ്വാസമാക്കി എൻ്റെ കർത്താവ് തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം എല്ലാം അങ്ങെടുക്കും. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഗ്രൂപ്പിലേക്ക് എന്നെ ആമേൻ ക്ഷണിച്ചതായിരിക്കുന്ന സ്തോത്രം. ആമേൻ. ഈ റോസ് ഫാമിലി FB പേജിൻ്റെ അഡ്മിനായിരിക്കുന്ന സിസ്റ്റർ റോസലിൻ സുരേഷിനോടുള്ള എൻ്റെ ആമേൻ ഊഷ്മളമായ നന്ദിയെ പ്രകാശിപ്പിക്കുന്നു. അതുപോലെ തന്നെ ആമേൻ കമൻറ്റുകളായി, ലൈക്കുകളായി എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ മാന്യ ദൈവമക്കൾക്കും, ദൈവദാസന്മാർക്ക്, ദൈവമക്കൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ ഊഷ്മളമായ നന്ദിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്നും അർത്ഥവിരാമം എടുത്തു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.